സെലിബ്രിറ്റീസോ പൊളിറ്റീഷ്യൻസോ ഹൈ ക്ലാസ് ബിസിനസ്മെനോ അങ്ങനെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ആരുമായിക്കൊള്ളട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇ ഡി വിളിച്ചു എന്ന് കേട്ടാൽ ഇവരെല്ലാം ഒന്ന് ഞെട്ടും. നമ്മളൊക്കെ ഈ അടുത്ത് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇ ഡി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇവിടേക്കുള്ള ഒരു ജോലിക്ക് ഡിഗ്രി കയ്യിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ, ഒരു ഫിസിക്കൽ ടെസ്റ്റ് പോലും ഇല്ലാതെ ജോലിക്ക് പ്രവേശിക്കാനാകും എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിക്ക്, അതായത് VVIPസിന് വരെ ഫേസ് ടു ഫേസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്താണ്, ഈ ജോലിയുടെ പ്രത്യേകതകൾ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി, പ്രൊമോഷൻസ് തുടങ്ങി ഈ ഒരു ജോലിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത് എന്താണ് ഈ AEO എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് വരുന്ന അസിസ്റ്റന്റിന്റെ റിക്രൂട്ട്മെന്റിലൂടെ ലഭിക്കുന്ന ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ AEO എന്ന് പറയുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് SSCയുടെ CGL എക്സാമിലൂടെയാണ്. അപ്പോൾ SSCയുടെ CGL എക്സാമിനേഷൻ എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിന്റെ ഒക്കെ PSC പോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC എന്ന് പറയുന്നത്. അപ്പോൾ SSC നടത്തുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGL എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മാത്രമല്ല കേട്ടോ, CBI, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് NIA അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ IB, കസ്റ്റംസ്, എക്സൈസ്, അങ്ങനെ ഇൻകം ടാക്സ് തുടങ്ങി ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് CGL ഒരുമിച്ചാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ AEO എന്ന് പറയുന്ന ഈ പോസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഡിഗ്രി ഉള്ള ആർക്കും, ഈവൻ ഡിഗ്രി നിങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഡിഗ്രിയുടെ ഫൈനൽ ഇയറിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2 ലെവൽ എക്സാം ആണ് ഇത്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ വളരെ ഉയർന്ന ശമ്പളത്തിൽ തന്നെ ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ SSCയുടെ CGL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ CGL എക്സാമിനേഷനിൽ ഒരു 36-36ഓളം പോസ്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാലറീഡ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജോബാണ് AEOയുടേത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടേത്. ക്ലിയർ? അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കയറുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് B ഓഫീസർ ആയിട്ടാണ്. അപ്പൊ എന്താണ് ഈ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ കാണുന്ന വളരെ ഉയർന്ന ഒഫീഷ്യൽസ്, അതായത് IASലൂടെ UPSCയുടെ എക്സാമിലൂടെ IASലും IRSലും IFSലും ഒക്കെ കയറി വരുന്ന ഓഫീസേഴ്സിന്റെ റാങ്ക് ആണ് ഗ്രൂപ്പ് A എന്ന് പറയുന്നത്. അവരുടെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകളാണ് ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ പ്രൊമോഷൻ തൊട്ട് നിങ്ങൾ IAS ഓഫീസേഴ്സിന്റെ റാങ്കിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണ്, ഏത് തരം കേസുകളായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടേക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഡിഗ്രി നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ തവണയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഇന്ന ഡിഗ്രി എന്നില്ല, BSc, എഞ്ചിനീയറിംഗ്, BA അങ്ങനെ യാതൊരു നിബന്ധനകളും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഫൈനൽ ഇയറിലായാലും മതി. ആൻഡ് അതൊരു വാലിഡ് ആയിട്ടുള്ള, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഡിഗ്രി ആയിരിക്കണം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ലോ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങോ എക്സ്പീരിയൻസോ അങ്ങനെ യാതൊന്നും തന്നെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് പക്ഷേ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തുകൊണ്ട് AEO അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ആവാൻ എന്തുകൊണ്ട് ഒത്തിരി പേര് ആസ്പയർ ചെയ്യുന്നു എന്നുള്ളതിന്റെ റീസൺ, ഡെഫിനറ്റ്ലി നമുക്ക് എന്തൊക്കെയാണോ ലൈഫിൽ വേണ്ടത് അതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു ജോലിയാണിത്. നിങ്ങൾക്ക് സമൂഹത്തിൽ ഏറ്റവും ഹയസ്റ്റ് റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയാണ്. അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് സാലറിയും ലഭിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളൊക്കെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവുന്നത് 3 കാര്യങ്ങളായിരിക്കും, അല്ലെ? ഒന്ന് ഡെഫിനറ്റ്ലി സാലറി, അടുത്തത് പവർ,
അതിന്റെ കൂടെ തന്നെ നല്ല ഹൈലി ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണം. അത് മൂന്നും ഗ്യാരണ്ടീഡ് ആയിരിക്കുന്ന ഒരു ജോലിയാണ് AAയുടേത്. ഓക്കെ, സോ ഡയറക്ട്ലി നിങ്ങളുടെ ജോലി എന്താണോ അത് നമ്മുടെ മൊത്തം നേഷന്റെ ഫിനാൻഷ്യൽ ഇന്റഗ്രിറ്റിയെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ജോലികളായിരിക്കും. നിങ്ങൾക്ക് ആരുടെ നേർക്കും എത്ര ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവരുടെ നേർക്ക് മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ജോലിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റിന്റേത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, എന്താണ് ഈ ഒരു ഏജൻസിയുടെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ ഫിനാൻഷ്യൽ ക്രൈമുകൾക്ക് എതിരെ കേസുകൾ എടുക്കുന്ന, ഫിനാൻഷ്യൽ ക്രൈമുകൾക്ക് ഉള്ള മോഡുലേഷൻസ് ആൻഡ് മോഡറേഷൻസ് കൊണ്ടുവരുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത് ആണ് നമ്മൾ ഈ ഒരു ഏജൻസിനെ പറ്റി സ്ഥിരമായ ന്യൂസുകളിലൊക്കെ കേൾക്കുന്നത് അല്ലെ. എത്ര ചീഫ് മിനിസ്റ്റേഴ്സിനെ വരെ ജയിലിൽ ആക്കാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും 3 ലോസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതിലെ ഫസ്റ്റത്തെ ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹവാല, പണം വെളുപ്പിക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈംസിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന 2002 കൊണ്ടുവന്ന ആക്ട് ആണ് ആന്റി മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസ്ഡ് ആയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഒട്ടുമിക്ക കേസുകളും വരുന്നത്. നമ്മൾ കാണുന്ന ഒരുപാട് ഹൈ പ്രൊഫൈൽ കേസുകൾ എല്ലാം തന്നെ ഈ ഒരു ആക്ടിന്റെ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് ഒരു ആക്ട് എന്ന് പറയുന്നത് ഫെമ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നാണ്. ഇത് 1999 നിലവിൽ വന്ന ഒരു ആക്ട് ആണ്. അപ്പോൾ ഈ ആക്ട്, അതായത് ആന്റി മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത് ക്രിമിനൽ കേസസിനെ ബേസ്ഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ വരുന്നത് സിവിൽ കേസസിനെ ബേസ്ഡ് ആയിട്ടുള്ള ആക്ട് ആണ്. ക്ലിയർ? ഇനി അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നീരവ് മോദി, വിജയ് മല്യ ഒക്കെ ഒരുപാട് കോടികൾ കടമെടുത്തിട്ട് നമ്മുടെ രാജ്യം വിട്ടുപോയ ആ കേസസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അതുപോലെ ഫ്യൂജറ്റീവ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈംസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഒഫൻഡേഴ്സിനെ, അത്തരത്തിലുള്ള ഫ്യൂജറ്റീവ്സിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 2018 കൊണ്ടുവന്ന ആക്ട് ആണ് FEOA അല്ലെങ്കിൽ ഫ്യൂജറ്റീവ് ഇക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ആക്ടുകളും വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കീഴിലാണ്. അപ്പൊ ഈ 3 ആക്ടുകൾക്കും അനുസൃതമായിട്ടുള്ള കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏജൻസിയാണ്. ഒത്തിരി കേസസിൽ ഫൈനൽ സേ വരുന്ന, അതായത് അത്രയും പവർ വരുന്ന ഒരു ഏജൻസിയാണ്. പക്ഷെ ഇത് മറ്റുള്ള ഏജൻസികൾ, അതായത് ഇപ്പം നമ്മുടെ CBI പോലെയോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ പോലെയോ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയുള്ള ഏജൻസീസുമായിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഏജൻസി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തുകൊണ്ട് ഇതൊരു ഡ്രീം ജോബ് ആണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, ഒരുപാട് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേസുകളിൽ ഇൻവെസ്റ്റിഗേഷനിലും നിങ്ങൾക്ക് ഭാഗമാകാൻ പറ്റും. സോ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. നമ്മൾ ആക്ച്വലി മൂവീസിലൊക്കെ കാണുന്നത് പോലെ അത്രയും ടെൻഷൻ പിടിച്ച അല്ലെങ്കിൽ അത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേസുകളിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി നിങ്ങളുടെ ലൈഫ് തന്നെ ആ ഒരു ലെവലിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. സോ ബേസിക്കലി അത് കൊണ്ട് തന്നെയാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബായിട്ട് ഇത് മാറിയത്. ഇനി അത് മാത്രമല്ല, SSC CGL നടക്കുന്ന മറ്റേത് റിക്രൂട്ട്മെന്റിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സാലറിയും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള പ്രൊമോഷൻസും വരുന്നത് ഈ ഒരു ജോലിക്കാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ജോബിന്റെ നേച്ചർ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ മറ്റു ജോലികളെ പോലെ തന്നെ ഫീൽഡ് ജോബ്സും വരുന്നുണ്ട്, ഡെസ്ക് ജോബും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഡെസ്ക് ജോബുകളിൽ വരുന്നത് പോലെ ഒരു റുട്ടീൻ ആയിട്ട് രാവിലെ പോയി വൈകുന്നേരം വരുന്ന ചുമ്മാ കുറച്ച് ഡേറ്റ എൻ്റർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു അങ്ങനത്തെ ഒരു ജോബ് അല്ല ഇത്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഈവൻ നിങ്ങളൊരു ഡെസ്ക് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കേസുകളായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു ക്ലറിക്കൽ നേച്ചർ കൂടെ ഈ ഒരു ജോബിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഡെസ്ക് ജോബ് ആയിട്ടും ഫീൽഡ് ജോബ് ആയിട്ടും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഫീൽഡ് ജോലി കൂടുതലും വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് നേച്ചറിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ഒന്നാമത്തത് ED എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, റെയ്ഡുകളും സെർച്ചുകളും ഒക്കെ, അല്ലെങ്കിൽ റെയ്ഡിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ സീസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഫീൽഡ് ജോബിന്റെ ഭാഗമായിട്ട് വരുന്ന നമ്പർ 1 കാര്യം അത് തന്നെയാണ്. ഇനി അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഇന്റലിജൻസ് കളക്ഷൻ, തെളിവ്, എവിഡൻസ് ഒക്കെ ശേഖരിക്കുക, കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 സെക്ഷൻസ് ആണ് ഇവിടെ ഈ ഓഫീസിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ 4 വിങ്സ് ആണ് ഉണ്ടാവുക നമുക്ക് പറയാം. അപ്പൊ അതിൽ ഒന്നാമത്തെ വിങ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണ്. സോ ഇൻവെസ്റ്റിഗേഷൻ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഓൺ ഗോയിങ് ആയിട്ടുള്ള കേസസുകളിൽ
എവിഡൻസ് കണ്ടെത്തുക, കിട്ടിയിരിക്കുന്ന എവിഡൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ആനലൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എത്ര വലിയ ആൾക്കാരെ ആണെങ്കിലും ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുക. അങ്ങനെ ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വരുന്ന നമ്മുടെ സെക്കൻഡ് വിങ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് വിങ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NIA അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അല്ലെങ്കിൽ IB, നാർക്കോട്ടിക്സ്, അങ്ങനെ വരുന്ന മറ്റ് ഏജൻസികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവിടെ നിന്നും ഇന്റലിജൻസ് കളക്ട് ചെയ്യാം. ഇന്റലിജൻസ് കളക്ട് ചെയ്താൽ മാത്രം പോരാ, അവർ തരുന്ന റിപ്പോർട്ടുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റലിജൻസ് വിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻ, റെയ്ഡുകൾ നടത്തുക, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ഇന്റലിജൻസും ഫീൽഡ് ഡ്യൂട്ടി തന്നെയാണ് വരുന്നത്, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇന്റലിജൻസ് കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ഈ വിങ്ങിൽ വരുന്നത്. ക്ലിയർ? ഇനി അതിനുശേഷം വരുന്ന ഒരു വിങ് എന്ന് പറയുന്നതാണ് കോർഡിനേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചില കേസസിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈം, ഒരു വലിയ കേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫിനാൻസ് മിനിസ്ട്രീന്റെ അടുത്ത് നിന്നും ഒരു ലെറ്റർ സെൻഡ് ചെയ്ത് അവരുടെ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർക്ക് റിക്വയർഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ PMO, പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റ വേണ്ടി വരും. സോ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി കോർഡിനേറ്റ് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഫീൽഡ് ആൻഡ് പ്ലസ് മിക്സ്ഡ് ആയിട്ട് വരുന്ന ഡെസ്ക് ജോലിയും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ കോടതിയിലേക്കും ഒക്കെ പോകേണ്ടതായിട്ട് വരുന്ന ജോലിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ. ഇത് പ്യോർലി HR പോലെ വരുന്ന ഒരു ജോലിയാണ്. അതായത് സാലറി അക്കൗണ്ടുകൾ നോക്കുക, സർവീസ് ബുക്ക് നോക്കുക, പിന്നെ ലീവ്, അങ്ങനെയുള്ള HR ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 4 സെക്ഷൻസ് അല്ലെങ്കിൽ 4 വിങ്ങുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയാണ് ഇതിന്റെ 4 ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ ഫീൽഡ് ജോബുകളും ഡെസ്ക് ജോലികളും വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഡെസ്ക് ജോബിന്റെ റെസ്പോൺസിബിലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു റെയ്ഡ് നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആ റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. ആ റെയ്ഡ് നടന്നു കഴിഞ്ഞിട്ടും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരുപാട് കൺസെൻസ് എടുക്കേണ്ടി വരും, പിന്നെ ഒരുപാട് ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ്സ്, വിറ്റ്നസ് റെക്കോർഡും, അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റേഷൻ വർക്ക് നടക്കും. സോ നമ്മൾ ചെയ്യുന്ന ഫീൽഡ് ഡ്യൂട്ടി അനുസരിച്ചിട്ടുള്ള, അതിന് സഹായകമാകുന്ന, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലറിക്കൽ ആൻഡ് ഡോക്യുമെന്റേഷൻ, ഫയലിംഗ്, റിപ്പോർട്ടിംഗ് ജോലികളാണ് ഇവിടെ ഡെസ്ക് ജോബിൽ വരുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അല്ലാതെ ജസ്റ്റ് ഡേറ്റ എൻറ്റർ ചെയ്യുന്നതല്ല. ബേസിക്കലി ഇതൊരു ഫീൽഡ് ജോബാണ്. പക്ഷെ ആ ഫീൽഡ് ജോബിന്റെ ഡോക്യുമെന്റേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടാസ്കുകളും ഈ ക്ലറിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ടീമുകളാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സോ അതിൽ ചിലപ്പം റിപ്പോർട്ടുകൾ അയക്കുന്നതായിരിക്കാം, RTA, റൈറ്റ് ടു ഇൻഫർമേഷന്റെ ക്വയറി ആൻസർ ചെയ്യുന്നതായിരിക്കാം, പിന്നെ കേസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതായിരിക്കാം, സമ്മറി തയ്യാറാക്കുന്നതായിരിക്കാം, ഇനി എന്തെങ്കിലും മെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നോർമൽ ക്ലറിക്കൽ ജോലിയല്ല, ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലറിക്കൽ ജോബാണ് ഇവിടെ ഇതിന്റെ ഡെസ്ക് ജോബിന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് വർക്ക് ലൊക്കേഷൻ ആണ്. സോ അപ്പോൾ ഇത് ഈ ഒരു ജോലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ആക്ച്വലി ഡൽഹിയിലാണ്, പക്ഷെ അതിന് വീണ്ടും ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ന്യൂഡൽഹിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് റീജിയണൽ ഓഫീസസ് ഉണ്ട്, അതിനുശേഷം സോണൽ ഓഫീസസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സബ് സോണൽ ഓഫീസസ് ഉണ്ട്. അപ്പോൾ റീജിയണൽ ഓഫീസസ് ഒരു 5 എണ്ണമാണ്. മുംബൈ, ചെന്നൈ, കൽക്കട്ട, ചണ്ഡീഗഡ്, ഡൽഹി, ഈ മേജർ സിറ്റീസിലാണ് വരിക. അതിനുശേഷം സോണൽ ഓഫീസസ് നമുക്ക് കൊച്ചിയിൽ വരുന്നുണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. സബ് സോണൽ ഓഫീസസ് നിങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് വരെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു ജോലിയല്ല. കാരണം നമുക്ക് ഇത് ഹൈലി ട്രാൻസ്ഫറബിൾ ആണ്. സോ 3 വർഷം, സോ എന്തായാലും ഒരു പ്ലേസിൽ നിങ്ങൾ 3 വർഷം എന്തായാലും ഉണ്ടാകും. ഇനി ഒരു കേസിലൊക്കെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഓൺ ആയിട്ടുള്ള ഒരു കേസിലാണെങ്കിൽ ആ 3 വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ട്രാൻസ്ഫേഴ്സ് സ്ഥിരമായിട്ട് വരുന്ന ഒരു ജോലിയാണ്. 5 to 6 years എന്തായാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. അപ്പോൾ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഇത്. ഓക്കെ, അതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾ ഒരു പ്ലേസിൽ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ബാഡ് എഫക്ട്സ് ഉണ്ടായേക്കാം ഒരു പ്ലേസിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിന്നാൽ. സോ അതുകൊണ്ടാണ് ഹൈലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണിത്. ഇനി ഇപ്പം ഈ സബ് സോണൽ ഓഫീസസിലേക്കൊക്കെ പോകുമ്പോഴേക്കും
എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സും അതിന് മുകളിലേക്കുള്ള, ഇതിപ്പോൾ ഞാൻ പറയുന്നത് അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ്, എന്നാൽ ഇഒ തൊട്ട് മുകളിലേക്കുള്ള പോസ്റ്റുകളിലുള്ളവരാണ് സബ് സോണൽ ഓഫീസേഴ്സിലൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ആണ്. സോ ഇതിൽ ഓഫീസ് ജോലിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യെസ് 9 AM to 5 PM മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ജോബ് ടൈം വരുന്നുള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക് ടൈം അല്ല. കാരണം എപ്പോഴും വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേസുകൾ വരും. സോ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയിരിക്കില്ല. ഇതാണ് അതിന്റെ ഒഫീഷ്യൽ ടൈം വരുന്നതെങ്കിലും മിക്കവാറും ഓവർ ടൈം വേണ്ടതായിട്ടോ അല്ല, ചില കേസസിൽ സാറ്റർഡേസിലൊക്കെ നിങ്ങൾക്ക് പോയി ജോലി ചെയ്യേണ്ട ഒരു കേസായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ പ്യോർലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന കേസ് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ വർക്ക് ടൈം വരുന്നത്. പക്ഷേ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എത്ര ഓവർ ടൈം ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് വേറെ പേയ്മെന്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി അതുകൂടാതെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേഡർ ആയതുകൊണ്ട് ഇവർക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു അലവൻസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സർവീസ് സെക്യൂരിറ്റി അലവൻസ് എന്ന് പറയണം, SSA എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അലവൻസും കൂടെ ഈ ഒരു ജോബിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റനിങ്ങിന് വേണ്ടി നിങ്ങളിപ്പോൾ പോകുന്നത് ഫ്ലൈറ്റിലാണ് വേറൊരു സിറ്റിയിലേക്ക് പോകുന്നതെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ ചാർജ് വരെ നിങ്ങൾക്ക് ഇവിടെ റീഇംബേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ജോലിയുടെ സംബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ട്രാവലിനോ ഓവർ ടൈമിനോ ഒന്നും ഒരു രൂപ പോലും നിങ്ങൾ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടി വരില്ല. കംപ്ലീറ്റ്ലി റീഇംബേഴ്സബിൾ ആയിരിക്കും. അതെല്ലാം നിങ്ങളുടെ സാലറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റിഗേഷൻസ് ഓൺഗോയിങ് ആവുന്ന സമയത്ത് ലോങ്ങർ അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, പക്ഷേ സ്റ്റിൽ വീണ്ടും ഒരു കേസിൽ ഇപ്പോൾ നൈറ്റിലാണ് നിങ്ങൾക്ക് പോയി അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അന്നേരം നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഇതിനൊരു ഡെഫിനറ്റ്ലായിട്ട് ഇങ്ങനെ ഒരു ടൈമാണ് കീപ്പ് ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SSCയുടെ CGL എക്സാമിലൂടെയാണ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊരു Tier 1 എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു Tier 2 എക്സാം ഉണ്ട്, അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും വരുന്നത്. അപ്പോൾ ഈ 2 ടിയർ എക്സാമും Tier 1ഉം Tier 2ഉം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് നടക്കുന്ന എക്സാമിനേഷൻ ആണ്. അപ്പോൾ Tier 1 എക്സാമിൽ ടോട്ടൽ നമുക്കൊരു 100 ചോദ്യങ്ങളാണ് വരുന്നത്. 4 സബ്ജക്ട്സ് ഉണ്ട്: ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അപ്പോൾ 100 ക്വസ്റ്റ്യൻസിൽ നിന്നും 200 മാർക്കിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമാണ് നമുക്ക് അവിടെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, എക്സാമിന്റെ ഡ്യൂറേഷൻ ഇവിടെ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ Tier 2 എക്സാമിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു Tier 1 എക്സാം എന്ന് പറയുന്നത് ക്വാളിഫയിങ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഇത് ക്ലിയർ ചെയ്താലാണ് Tier 2 എത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് വരുന്നത് Tier 2 മാർക്ക് വെച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? Tier 1 മാർക്ക് അന്നേരം പരിഗണിക്കില്ല. അപ്പൊ Tier 2 പോകുമ്പോൾ നമുക്കിവിടെ ഒരു പേപ്പർ മാത്രം ചെയ്താൽ മതി. SSC CGL വരുന്ന വേറെ ചില പോസ്റ്റുകളിലേക്ക് നിങ്ങളിപ്പോൾ ഫിനാൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒക്കെ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ പോസ്റ്റിലേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മുടെ Tier 1 പഠിച്ച അതേ സബ്ജക്റ്റുകൾ തന്നെ ഇത്രയും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടെ ഒരു കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ടോപ്പിക്കും വരും. അതിന് ശേഷം ഒരു ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും വരും. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടർ നോളജും ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ക്വാളിഫയിങ് നേച്ചറിലുള്ള 2 എക്സാംസ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ എത്ര മാർക്ക് കിട്ടിയാലും അത് നിങ്ങളുടെ റാങ്കിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് പാസ് ആയാൽ മതി. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അതിനുശേഷം സെലക്ഷന് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. അതായത് ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ്, അങ്ങനെയുള്ള യാതൊരു റിക്വയർമെന്റും ഇതിൽ വരുന്നില്ല. ഗ്ലാസസ് ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇന്റർവ്യൂവും വരുന്നില്ല. ഇത് 2 മാത്രമേ ഉള്ളൂ. ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ സർവീസിലിരിക്കുമ്പോൾ അവർക്ക് എൻഷുർ ചെയ്യണം അല്ലെ, നിങ്ങൾക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. സോ ദാറ്റ് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ അവിടെ യാതൊരു എക്സ്ട്രാ റിക്വയർമെന്റ്സും വരുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ സാലറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പേയ്മെന്റ് വരുന്ന സാലറിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റിയിലേക്കാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. എന്തായാലും X അല്ലെങ്കിൽ Y സിറ്റിയിലായിരിക്കും വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് Z സിറ്റിയിലേക്ക് എന്തായാലും നിങ്ങൾക്ക് വരില്ല. എന്ന് വെച്ചാൽ ചെറിയ ടൗണുകളിലേക്ക് വരില്ല, വലിയ സിറ്റീസിൽ തന്നെയായിരിക്കും നിങ്ങളുടെ
പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ജോലികൾക്ക് നമുക്ക് SSCയിലൂടെ CGLയിലൂടെ കിട്ടുന്ന ജോലികൾക്ക് ബേസിക് പേ വരുന്നുണ്ട്, DA TA, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, അതെല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ കൂടെ ബേസിക് പേ തന്നെ 44,000 അബവ് ആണ്. അതിൻ്റെ കൂടെ DA 58% വരുന്നുണ്ട്. 20% ഈ ഒരു ജോലിക്ക്, അതായത് CBIക്കും NIAക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു എക്സ്ട്രാ അലോവൻസ് വരുന്നുണ്ട്. നമ്മൾ സർവീസ് സെക്യൂരിറ്റി അലവൻസ് അല്ലെങ്കിൽ SSA എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ 20,000 ആണ് ആ അലവൻസ് വരുന്നത്. ഓക്കെ, അല്ല 20,000 അല്ല, 20% ആണ് ആ എക്സ്ട്രാ അലവൻസ് വരുന്നത്. ക്ലിയർ? അതിൻ്റെ കൂടെ DA, പിന്നെ TA, പിന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ട് എങ്ങോട്ടൊക്കെയാണോ നിങ്ങൾ കേസ് സംബന്ധമായിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി 75,000 അബവ് ആണ്, 72 അല്ല 75,000 അബവ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ മൊത്തത്തിലുള്ള സാലറി, അതായത് നിങ്ങളുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 95ന്റെ മുകളിലേക്ക് പോകും. ഓക്കെ, ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും 1 lakh അബവ് നിങ്ങളുടെ സാലറി ഷൂട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എക്സ്ട്രാ അലവൻസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, പെട്രോൾ അലവൻസ് ഉണ്ട്, ലിമിറ്റഡ് മൊബൈൽ ബില്ല് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ CGHSന്റെ ഭാഗമാണ്. സോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് സ്കീമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. സോ നിങ്ങൾക്ക് അവിടെ ഫ്രീ ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. ഒന്നുകിൽ ക്യാഷ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്ര പൈസ ആയിട്ടുണ്ടെങ്കിലും അത് റീഇംബേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പ്രൊമോഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആയിട്ടായിരിക്കും. അതിനുശേഷം ഒരു 2 to 3 years കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അസിസ്റ്റന്റിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഓഫീസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഗസറ്റഡ് പോസ്റ്റ് അല്ല, പക്ഷേ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന 3 to 4 years നിങ്ങൾക്ക് കിട്ടുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്, ഇതൊരു UPSCയിലൂടെ വരുന്ന ഗ്രൂപ്പ് A പോസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഈ ഒരു 5 to 7 years കൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് UPSCയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരുടെ അതേ റാങ്കിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ SSCയിലൂടെ നടക്കുന്ന എക്സാംസിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രൊമോഷൻസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുന്നത്. ക്ലിയർ? അത്രയും പവർഫുൾ ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഡിസബിലിറ്റീൻ്റെ കാര്യം അല്ല, ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഒന്നുമില്ല, അതായത് എത്ര ഹൈറ്റ് വെയിറ്റ് അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അവേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ജോലി എന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ AEO is not identified as a WBD എന്ന് വെച്ചാൽ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ജോലിയല്ല. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഈ CGL തന്നെ വരുന്ന മറ്റൊരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ വരുന്ന മറ്റൊരു പോസ്റ്റ് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഓഫീസറാണ്, AEO എന്ന് പറയുന്ന ഓഫീസറാണ്. പക്ഷേ ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റ് വരുന്നുണ്ട്. അതൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, അത് ഇഷ്യൂ അല്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ 2 രീതിയിലും ഈ പോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഫീൽഡ് ഡ്യൂട്ടി ഇല്ലാത്ത പോസ്റ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിന്റെ താഴെ വരുന്ന പോസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ തൊട്ട് താഴെ പേ ലെവൽ 6 ഗ്രേഡ് ലെവൽ 6 വരുന്ന ജോബാണ്. സോ മറ്റേതിന്റെ അത്രയും സാലറി ഇതിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ, ഇത്രയും ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത, നമ്പർ ഓഫ് വേക്കൻസീസ് മറ്റുള്ള പോസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. കഴിഞ്ഞ തവണയൊക്കെ 20 സംതിങ്, അതായത് 20ൽ താഴെ എങ്ങാണ്ടാണ് വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന പോസ്റ്റാണ്. അപ്പം നിങ്ങൾക്കും ഈ പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്ക് തീർച്ചയായിട്ടും വേണം, അല്ലേ? സോ CGLൽ തന്നെ ടോപ്പ് റാങ്കുകളിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ പോസ്റ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നല്ല റാങ്ക് വേണമെങ്കിൽ നല്ല മാർക്ക് വേണം, നല്ല മാർക്ക് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിങ്ങളോട് പറയാനുള്ളത്,
SSCയുടെ CGLന്റെ എക്സാം മാത്രമല്ല, SSCയുടെ കാലണ്ടറിൽ വന്നതുകൊണ്ട് CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, GD ഉണ്ട്, സ്റ്റെനോ ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് CGL തന്നെ വരുന്നുണ്ട്. RRBയുടെ ഗ്രൂപ്പ് ഡി ഉണ്ട്, NTPC ഉണ്ട്, ബാങ്കിങ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാതെ ഈവൻ നിങ്ങൾക്ക് കൂടുതൽ എക്സാംസിന്, എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമ്മളിവിടെ ഓൾ ഇൻ വൺ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആളോ അല്ലെങ്കിൽ ഡിഗ്രി ഓൺഗോയിങ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏതായാലും പ്രശ്നമില്ല. ഇനി അതിൽ തന്നെ SSCയിലൊക്കെ ഡിഗ്രിക്ക് വേണ്ടി, അതായത് ഡിഗ്രി മാത്രം വരുന്ന ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട് അല്ലേ, അപ്പോൾ അതിൽ ഡിഗ്രി ഓൺഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 3 ഇയർ വാലിഡിറ്റി അടക്കമുള്ള കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സസിലൊക്കെ തന്നെ നിങ്ങൾ ഏത് ലെവൽ തൊട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും, ബിഗിനർ ആണെങ്കിൽ പോലും, ബേസിക് കോൺസെപ്റ്റ്സും വീക്കർ ഏരിയ ഫോക്കസും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യുന്നതിനടക്കമുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് ബാച്ചുകൾ വരുന്നുണ്ട്, പിന്നെ അതുകൂടാതെ ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്, ലൈവ് ക്വിസുകൾ വരുന്നുണ്ട്, തുടങ്ങി നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മുടെ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാനും, അത് മാത്രമല്ല ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനുള്ള നമ്പറാണ് ഈ സ്ക്രീനിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ നമ്പറിലൂടെ വിളിച്ച് നമ്മളെ അറിയിക്കാം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്തിടുക. നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള ടോപ്പിക്സ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ കോമെന്റ്സിൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.